ഹായ് ഫ്രണ്ട്സ്, വളരെ സന്തോഷത്തിലാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് വിഷുവാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും വിഷുവിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. പിന്നെ ഇന്ന് വിഷുവിന് എല്ലാവരും ഒരു കണി കാണുന്ന പരിപാടിയുണ്ട്. നിങ്ങളെല്ലാവരും കണിയെല്ലാം കണ്ടിട്ടിരിക്കുകയാണ്. ഹാപ്പിയായിട്ട് കണിയൊക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു 10-30 വർഷമായിട്ട് കൂട്ടി വെച്ചിരുന്ന കുറേ കണികൾ നിങ്ങളെ കാണിക്കാൻ പോവാണ്. വളരെ അപൂർവമായ കുറേ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ളവർ ഈ വീഡിയോ ഫുള്ള് കാണുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പഴയ ചാനൽ സോണി ന്യൂ ടിപ്സ് മലയാളം എന്ന നമ്മുടെ ഒരു പഴയ ചാനലുണ്ട്. ആ ചാനൽ നിങ്ങൾ വാച്ച് ചെയ്യുക. അതിനകത്ത് ഒരു 10,800 വീഡിയോസ് ഉണ്ട്. ഇത് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് 30 വർഷമായിട്ടുള്ള എൻ്റെ ഒരു കളക്ഷനാണ്. ഞങ്ങളുടെ ഒരു ഗോഡൗണിൽ പല ഗോഡൗൺസ് ഉണ്ട് ഞങ്ങൾക്ക്. അതിലൊരു ഗോഡൗണിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഇന്ന് വിഷുക്കണിയായിട്ട് നിങ്ങളെ ഇത് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. എല്ലാവരുടെയും എല്ലാവിധ സപ്പോർട്ടിനും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഷട്ടർ തുറക്കാം. ഇതിങ്ങനെ കയറാതെയൊക്കെ കിടക്കുകയാണ്. ഈ ഇരിക്കുന്ന മുഴുവൻ LED TV ആണ്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും ഉണ്ട്, എല്ലാം ബ്രാൻഡഡും ഉണ്ട്. സോണി ഉണ്ട്, LG ഉണ്ട്, സാംസങ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്, ഫിലിപ്സ് ഉണ്ട്, ഒണീഡ ഉണ്ട് എന്ന് വേണ്ട സകല TV-കളും ഉണ്ട്. ഇതുണ്ട്, ഇതൊക്കെ സോണിയുടെ 22 ഇഞ്ച് TV ഒക്കെ. ഇതൊക്കെ വർക്കാകുന്ന, ഇതിൻ്റെ പാനലിനൊക്കെ ചെറിയ വരകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒരുവിധം ഇതെല്ലാം വർക്കാകുന്ന TV-കളാണ്. 40 ഇഞ്ച് TV ആണ്. ഇതിൻ്റെ അടിയിലിരിക്കുന്ന മുഴുവൻ സോണി 32 ഇഞ്ച് LCD LED എല്ലാം TV അടുക്കിയിരിക്കുകയാണ്. എല്ലാത്തിൻ്റെ ബോർഡ് നല്ലതാണ്, ഫുള്ള് വർക്കിംഗ് ആണ്, സെറ്റല്ല. ഇതുകൊണ്ട് ഇത് LGയുടെ ഒരു പഴയ മോഡൽ TV-യാണ്. ഇത് LGയുടെ നല്ല രസമുള്ള സൈഡ് സ്പീക്കറൊക്കെ ഉള്ള. അതിൻ്റെ തൊട്ട് താഴെ സാംസങ് ഇരിപ്പുണ്ട്, ഒണീഡ ഇരിപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് കയറി ഇവിടെയും കുറേ TV-കൾ ഇരിപ്പുണ്ട്. വെറൈറ്റി TV-കളാണ്. എല്ലാ ടൈപ്പും ഉണ്ട്. LCD ഉണ്ട്, LED ഉണ്ട്, പഴയ പ്ലാസ്മ TV ഉണ്ട്. ഇത് കണ്ടോ, പ്രിൻ്റർ സാംസങ്ങിൻ്റെ എല്ലാം പൊതിഞ്ഞ് വെച്ചിരിക്കുക. അതുകൊണ്ട് പൊടിയൊക്കെ ആയിട്ടിരിക്കുന്ന സാംസങ്ങിൻ്റെ പ്രിൻ്റർ ഇരിപ്പുണ്ട്. പിന്നെ സോണിയുടെ 2-in-1 ഇരിപ്പുണ്ട്. 2-in-1 അതൊക്കെ പാക്കിംഗ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ CD കാസറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് CD ഇടുന്ന ടൈപ്പ് സെറ്റാണ്. പിന്നെ ഈ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതൊരു ഭയങ്കര സംഭവമാണ്. ഇതൊരു പ്രൊജക്ഷൻ TV എന്ന് പറയും. സോണിയുടെ പ്രൊജക്ഷൻ TV-ആണിത്. പ്രൊജക്ഷൻ കൂടൊക്കെ മാറ്റി വെക്കാം. പ്രൊജക്ഷൻ TV-ആണ്. ഈ TV-ക്ക് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് FX 43 2M91 എന്നാണ് ഇതിൻ്റെ നമ്പർ. ഇത് മലേഷ്യൻ മെയ്ഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ TV-യുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ TV-ക്കകത്ത് 3 പിക്ചർ ട്യൂബാണ് വെച്ചിരിക്കുന്നത്. സാധാരണ ഒരു പിക്ചർ ട്യൂബിനകത്ത് 3 ഗണ്ണാണ് വരുന്നത്. റെഡ്, ഗ്രീന്, ബ്ലൂ. 3 ഗണ്ണ് കൂടുമ്പോൾ റെഡും ഗ്രീനും ബ്ലൂവും കൂടെ തുല്യ അനുപാതത്തിൽ അടിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ വെള്ള സ്ക്രീൻ കാണുന്നത്. വെള്ള ഗ്രെയിൻസ് ആണല്ലോ നമുക്ക് വരുന്നത്. പിക്ചർ വെള്ളയായെങ്കിൽ മാത്രമേ ബാക്കി കളറുകൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റ് കളർ കിട്ടുള്ളൂ. അപ്പോൾ പ്യുവർ വെള്ള വരാൻ വേണ്ടിയിട്ടാണ് ഈ TV-യുടെ ഫ്രണ്ട് ഞാൻ തിരിച്ചു വെച്ച് പിന്നെ നിങ്ങളെ അവസാനം കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് 3 പിക്ചർ ട്യൂബാണ് വെച്ചിരിക്കുന്നത്. റെഡ്, ഗ്രീന്, ബ്ലൂവിൻ്റെ 3 ട്യൂബ്. ഈ 3 ട്യൂബിനെ പ്രൊജക്റ്റ് ചെയ്ത് ഒരു ഫ്രണ്ടിലൊരു സ്ക്രീൻ വെച്ചിട്ട് ആ സ്ക്രീനിലേക്ക് പതിപ്പിക്കുകയാണ്. അന്ന് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സെറ്റാണ്. ഞാനിത് കളയാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പലരും കണ്ടിട്ട് പോലും കാണുകയില്ല ഈ TV. ഒത്തിരി, അതായത് LED TV ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പുള്ള വളരെ അപൂർവമായ ഒരു TV-ആണിത്. അത് തുറന്നും ഞാനൊരു ദിവസം കാണിക്കുന്നുണ്ട്. തുറന്ന് അതിൻ്റെ അകത്തെ ഗണ്ണിരിക്കുന്നതെല്ലാം കാണിക്കാം. പിന്നെ ഇത് ഹോം തിയേറ്ററുകൾ, സോണിയുടെ പഴയ D9 എന്നൊക്കെ പറഞ്ഞ് ഹോം തിയേറ്ററുകൾ. പിന്നെ ഇതെല്ലാം TV-കൾ. ഇത് കണ്ടോ, പാനൽ പോയ 24 ഇഞ്ചിൻ്റെ പാനലൊക്കെ മാറിയതൊക്കെ. ഇത് ഇപ്പോൾ നമ്മൾ എന്തിന് വെച്ചിരിക്കുന്നു വെച്ചാൽ ഇതിൻ്റെ ബാക്ക് ലൈറ്റൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാം. ഇതുണ്ടല്ലോ, ഫുൾ പാക്കിങ് കമ്പനിയിൽ നിന്ന് വന്ന ടൈപ്പ് പാനലാണ്. ആ പാക്കിങ് പോലും പോയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ലൈറ്റൊക്കെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ കൊള്ളാവുന്നതുകൊണ്ടാണ് കളയാൻ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് TV-ക്കകത്ത് സബ്ബൂഫറുകൾ എടുത്ത് വെച്ചിരിക്കുന്ന, ഈ ഇരിക്കുന്ന BPLA-ലൊക്കെ വരുന്ന ഒരു സബ്ബൂഫറാണ്. ആ മണ്ടയിൽ ഇരിക്കുന്നത് സോണിയുടെ സബ്ബൂഫറാണ്.
ഇരിക്കുന്ന സോണിയുടെ സബ്ബൂഫറ, സോണിയുടെ ചില CRT TV-കളുടെ മണ്ടയിലൊക്കെ വരുന്ന കൂട്ട് സബ്ബൂഫറ. ഇരിക്കുന്ന സോണിയുടെ അകത്ത് വരുന്ന ടൈപ്പ് ഒരു സബ്ബൂഫറ. ഇതെല്ലാം വർക്കിംഗ് ആണ്, ഒന്നിനും ഒരു കംപ്ലൈൻ്റ് ഇല്ല. എല്ലാം ഒന്നും കളയാതെ നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുന്നതാണ്. സോണിയുടെ ഒരു പ്ലേ സ്റ്റേഷനാണ്, പ്ലേ സ്റ്റേഷൻ. ഇത് കണ്ടോ, ഒരു ടേപ്പ് റിക്കാർഡർ കണ്ടോ, RX 5030 എന്ന് പറഞ്ഞൊരു ടേപ്പ് റിക്കാർഡറാണ്. പണ്ട് എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു ടേപ്പ് റിക്കാർഡറാണ്. പിന്നെ വേറൊരു സോണിയുടെ ടേപ്പ് റിക്കാർഡർ. അങ്ങനെ കുറേ ടേപ്പ് റിക്കാർഡറുകൾ കൂടി ഇരിപ്പുണ്ട്. ഇതെല്ലാം എടുത്തെങ്കിൽ ഇത് കണ്ടു, ഡബിൾ കാസറ്റ് ഇതിനകത്താണ്. ഡബിൾ കാസറ്റ്, CD, അതിൻ്റെ എല്ലാം സ്പീക്കറുകൾ. പിന്നെ ഇതെല്ലാം ഇതുണ്ടോ, വീഡിയോ കാസറ്റ് പ്ലെയർ. ഇതെല്ലാം പേപ്പർ പൊതിഞ്ഞ് വെച്ചിരിക്കുക. ഇതാണ്ട് സ്പീക്കേഴ്സ്, ഇതെല്ലാം സ്പീക്കേഴ്സും എല്ലാം ഉണ്ട്. ഇതെല്ലാം കളയാതിരിക്കാൻ പേപ്പറിൽ പൊതിഞ്ഞ് നല്ല വൃത്തിയായിട്ട് വെച്ചിരിക്കുക. ഇനി ഓരോ ദിവസവും ഓരോന്ന് എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഓരോന്നിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് VCR, ഇത് ഡബിൾ കാസറ്റ് ഇടുന്നത്. ഇത് ഓങ്കിയോയുടെ സിസ്റ്റം, യമഹയുടെ സിസ്റ്റം, സോണി, ഫിലിപ്സ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ചെറിയ ചെറിയ സിസ്റ്റംസും ഉണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്തൊരു മ്യൂസിയമൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും നല്ല വൃത്തി. ഇതുകൊണ്ട് പല സൈസ് V-ഗാർഡിൻ്റെ സ്റ്റെബിലൈസറുകൾ, എല്ലാവിധ സ്റ്റെബിലൈസറുകളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു പിയാനോ ആണിത്, ഓർഗനാണ്. ഈ ഓർഗണ് വർക്കിംഗ് ഓർഗനാണ്, പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാനിതെല്ലാം കളയാതെ ഞാൻ വെച്ചിരിക്കുന്നത്, എനിക്ക് ഇതുണ്ട്, ഇതൊരു ടേപ്പ് റിക്കാർഡർ. എല്ലാം ഒന്ന് എടുക്കണേ വലിയൊരു പാടാണ്, നോക്കട്ടെ എടുക്കാൻ പറ്റുമെന്ന്. ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ RX 5030 എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിലുണ്ടായിരുന്ന ഒരു സെറ്റാണ്. നാഷണൽ പാനാസോണിക്കിൻ്റെ. ഇതിൻ്റെ മുഴുവൻ ഇത് വർക്കിംഗ് ആണ്. എൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ കാണിച്ചു തരാം. ഫുൾ സെറ്റുണ്ട്. അത് ഞാൻ പാക്ക് ചെയ്ത് പൊടിയൊന്നും കയറാതെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ താവട്ടിരിക്കുന്ന സെറ്റുകളെല്ലാം അങ്ങനെയുള്ളതാണ്. ഇത് പിന്നെ സോണിയുടെ ഒരു സെറ്റ്. ഇതുണ്ട്, സോണിയുടെ ഒരു കാസറ്റ് പ്ലെയർ. ഇത് എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ അങ്ങനെ താവട്ടിരിക്കുന്ന മുഴുവൻ അത് കൂട്ട് സെറ്റുകളാണ്. എല്ലാം എടുക്കാൻ നിവൃത്തിയില്ല. ഇത് നാഷണലിൻ്റെ ഡബിൾ കാസറ്റ്, സ്പീഡ് ഡബ്ബിങ്ങുള്ള ഒരു കാലത്തെ ഡബിൾ കാസറ്റ് സെറ്റാണ്. റേഡിയോ ഒന്നുമില്ല, ഓട്ടോ സ്റ്റോപ്പ്, AC ബാറ്ററി വർക്ക് ചെയ്യുന്ന, ഡബിൾ കാസറ്റ് ഇടുന്ന, ഹൈ സ്റ്റീരിയോ ആയിട്ട് രണ്ടായിട്ട് ഹൈ സ്പീഡ് റെക്കോർഡ് ചെയ്യുന്ന ഒരു കാലത്തെ നാഷണലിൻ്റെ സെറ്റാണ്. അതായത് നാഷണൽ പാനാസോണിക്ക് പോയി കഴിഞ്ഞ് കുറേ നാൾ നാഷണൽ എന്ന് പറഞ്ഞാണ് സെറ്റ് വിറ്റത്. ആ കാലത്തുള്ളതാണിത്. പിന്നെ ഉള്ളത് താഴോട്ടാണ്, എടുക്കാൻ പറ്റിയല്ല. കാരണം അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തലവേദനയാവും, എടുത്ത് വെക്കാനും ഒക്കെ പാട് വരും. ഇവിടെ തക്കാലം ഇതെല്ലാം ഇങ്ങനെ വെക്കുകയാണ്. പിന്നെ ഓരോ ദിവസം എടുത്തുകൊണ്ട് വന്ന് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഊഫറൊക്കെ കാണിച്ചു. ഇതെല്ലാം TV-കൾ, ഇതിൻ്റെ അടി മുഴുവൻ TV-കൾ ഇരിക്കുകയാണ്. കുറേ പാക്കറ്റിലും ഉണ്ട്, പാക്കറ്റിലല്ലാതെയും ഉണ്ട്. ഇത് കണ്ടോ, ഇത് സോണിയുടെ ഒരു TV-യുടെ ഊഫറാണിത്. ഈ ഊഫർ 2 ട്യൂട്ടറും കൂടെ ഉള്ളതാണ്. ഇത് സോണി തന്ന ഓരോ ഡിസ്പ്ലേക്ക് തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ അവിടെ ഇടയില്ലാതെ വരുമ്പോൾ നമ്മൾ മാറ്റുന്നതാണ്. പിന്നെ സോണിയുടെ ഒരു ഡബിൾ കാസറ്റ് സെറ്റാണ്. സോണിയുടെ റിമോട്ട് കൺട്രോളൊക്കെ ഉള്ള ടേപ്പ് റിക്കാർഡറാണ്. അതിൻ്റെ സ്പീക്കറുകളും എല്ലാം ഉണ്ട്. 200 വാട്ട്സ് PMBO എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, മൈക്രോ ഓവൻസാണ്. ഇത് പോയ കുറച്ച് ഓവൻസ്, പിന്നെ ഇൻഡക്ഷൻ കുക്കർ. പിന്നെ ഇത് കണ്ടോ, ഇതൊരു യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ ഇതൊരു DVR ആണ്. DVR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അതായത് പണ്ടത്തെ കാലത്ത് ഒരു ഹാർഡ് ഡിസ്ക്, HD ആണ്, ഹാർഡ് ഡിസ്ക് അകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് ഹാർഡ് ഡിസ്കിലോട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് പ്ലേ ബാക്ക് ചെയ്യാവുന്ന ഒരു സാധനം. അതൊക്കെ കൊണ്ടുപോകാനും പൊട്ടിക്കാത്ത പോലും സാധനങ്ങൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ പൊട്ടിച്ചിട്ട് പോലും ഇല്ല. ഇതൊന്നും പൊട്ടിച്ചിട്ട് പോലും ഇല്ല അതൊക്കെ സെറ്റുകൾ. ഇത് മുഴുവൻ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇതിൻ്റെ പാക്കിങ് ഇരിപ്പുണ്ട്. പിന്നെ ഇത് സോണിയുടെ ഒരു ആംപ്ലിഫയറാണ്, കാർ ആംപ്ലിഫയറാണ്. ഇത് ഞങ്ങളുടെ പഴയ കമ്പ്യൂട്ടറുകളാണ്. പണ്ട് നമുക്ക് എഡിറ്റിംഗ് സ്റ്റുഡിയോ ഉണ്ടായിരുന്ന കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറുകളാണ്. ഈ ഇരിക്കുന്ന മുഴുവൻ കമ്പ്യൂട്ടർ അതിൻ്റെ UPS സാധനങ്ങളാണ്. അതൊന്നും കളയാതെ വെച്ചിട്ടുണ്ട്. ഇതൊരു കാർ ആംപ്ലിഫയറാണ്. പൈനിയറിൻ്റെ കാർ ആംപ്ലിഫയറാണ്. പൈനിയറിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്യൂം ക്ലീനറാണ്.
ഇത് സോണി തന്ന കനോപ്പി സ്റ്റാൻഡുകൾ ബാക്കിങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഡി വി ആറിൻ്റെ ഒരു ഇതിപ്പോൾ കുറേ ടി വികൾ വീണ്ടും കൂടി ഇരിപ്പുണ്ട്, ഇഷ്ടംപോലെ ടി വികൾ എല്ലാ സൈസ്. ഇതുണ്ട് പ്ലാസ്മ ടി വി ആണ്, ഇത് പ്ലാസ്മ ടി വി ആണ്. ഈ ടി വിയുടെ ഓണർ വളരെ പ്രശസ്തനായ ഒരാളാണ്. പുള്ളി ഇവിടെ ഒന്ന് സർവീസ് ചെയ്യാൻ തന്നിട്ട് പിന്നെ പ്ലാസ്മയുടെ ടെക്നോളജി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പുള്ളി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു ടി വിയാണ്. വളരെ പ്രശസ്തനായ ഒരാളുടെ ടി വിയാണ്, ആരാന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഡി വി ഡികളെല്ലാം കൂടി ഇരിക്കുന്നത്. ഡി വി ഡികൾ ഒരു സൈസ് ഒത്തിരി ഡി വി ഡി ഇരിപ്പുണ്ട്. ഇതുണ്ടോ, ഇതെല്ലാം സോണിയുടെ ഡി വി ഡികൾ ഇരിക്കുന്നതാണ്. ഇതെല്ലാം വീണ്ടും സോണിയുടെ ഡി വി ഡികൾ ഞാൻ കളയാതെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ പാർട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സാംസങ്ങിൻ്റെ ഡി വി ഡി ഇരിപ്പുണ്ട്, സാംസങ് ഇരിപ്പുണ്ട്, സോണി ഇരിപ്പുണ്ട്. പിന്നെ ഇതും കൂടുതലും സോണിയാണ് ഇരിക്കുന്നത്. ഫിലിപ്സ് ഉണ്ട്, വിൻബർത്ത് ഉണ്ട്, അങ്ങനെ കുറേ കമ്പനികളുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു സാധാരണ 21 ഇഞ്ച് ടി വി കഴിഞ്ഞാൽ പിന്നെ 29 ഇഞ്ച് ടി വി എന്നാണ് എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ 29 ഇഞ്ച് ടി വി കഴിഞ്ഞ് ഒരു സൈസ് ടി വിയും കൂടെ ഉണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ, അത് തുറക്കാൻ പറ്റുന്നില്ല. സോണി LED ടി വി ഇറങ്ങിയ കാലത്ത് ഉണ്ടാക്കിയ ഒരു മോണിറ്ററാണ്, ഞാൻ എൻ്റെ ആവശ്യത്തിനായിട്ട് മേടിച്ചതായിരുന്നു. SDM HS53 എന്ന് പറഞ്ഞൊരു മോണിറ്റർ, സോണിയുടെ മോണിറ്ററാണ്. ഭയങ്കര വിലയായിരുന്നു, ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. മറ്റ് പല മോണിറ്ററുകളെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അസാധ്യ ക്ലാരിറ്റി, നല്ല വർക്കിങ്ങും നല്ല ഭംഗിയുള്ള ഒരു മോണിറ്ററായിരുന്നു. ഇപ്പോൾ എല്ലാം പോയല്ലോ, എല്ലാം വേറെ രീതിയായി മാറി, എല്ലാം മൊബൈലിലായി കാര്യങ്ങളായി. ഇത് സോണിയുടെ 5.1 വെക്കാൻ വേണ്ടിയിട്ട് അവർ തന്ന ഒരു സാധനമാണ്. 34 ഇഞ്ച് വേഗ ഫ്ലാറ്റ് ടി വി. ഇതിൻ്റെ കനമെന്നൊക്കെ പറഞ്ഞാൽ അസാധ്യ കനമാണ്. ഇതിനൊക്കെ 1.5 ലക്ഷം രൂപ വിലയായിരുന്നു എന്നാൽ ടി വിക്കൊക്കെ. ഞാനതൊരു അപൂർവമായതുകൊണ്ട് ഈ ട്യൂബിനൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല, ബോർഡിലൊക്കെ ഇച്ചിരി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഇതാണ് 34 ഇഞ്ച് ടി വി. 34 ഇഞ്ച് ട്യൂബ്, അത് 29 ഇഞ്ച് ടി വി. നിങ്ങൾക്കറിയാം സാധാരണ എല്ലാം 29 ഇഞ്ച് ടി വി വരെയാണ് മാക്സിമം. 34 ഇഞ്ച് വളരെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ട് കാണുള്ളൂ. ഇത് 34 ഇഞ്ച് ടി വി ട്യൂബാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് വർക്ക് ചെയ്യും, ഇപ്പോൾ ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് ഇവിടെ നമ്മൾ കളയാതെ വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് ഭയങ്കര വില ഉണ്ടായിരുന്ന ടി വികളായി കിടക്കുന്ന മുഴുവൻ. നല്ല സ്ലിമ്മായിട്ട് സാംസങ് എഡ്ജ് LED വെച്ചിറങ്ങിയ ആദ്യത്തെ ടി വികളായതെല്ലാം. അതെല്ലാം ഇതാണ്. കറണ്ട് പോയി, മഴയൊക്കെ വരുന്നുണ്ട്. അപ്പം ഏകദേശമൊക്കെ ഓടിച്ച് നിങ്ങളെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി ഓരോ സാധനവും പുറത്തെടുത്ത് കാണിക്കാം. അത് ഓരോ ദിവസമായിട്ട് ഓരോന്ന് പുറത്തെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഈ പ്രൊജക്ഷൻ ടി വിയുടെ ഫ്രണ്ടൊന്ന് കാണിക്കാമെന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു, പക്ഷെ അത് തിരിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. വേറൊരാളുടെ അനുവാദം, ശരിക്കും പറഞ്ഞാൽ വേറൊരാളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അയ്യോ, നല്ല ആരോഗ്യമുള്ള കുഴപ്പമില്ല, അത്ര മതി. അവിടെ അപ്പുറം ഒരു DVD ഇരിക്കുന്നു. ഇല്ലല്ലോ, താഴെയൊന്നും തിരിക്കണമെന്ന് വെച്ചാൽ തിരിക്കും. ഇത് കണ്ടല്ലോ, മുറ്റത്തിറങ്ങി നിൽക്കുക, ചേട്ടാ ഇറങ്ങി നിൽക്കുക, എന്നെ കാണാവോ? ഇതാണ് കൂട്ടുകാരെ പ്രൊജക്ഷൻ ടി വി. ഇതൊരു പ്രൊജക്ടറാണ്. നമ്മളിപ്പോൾ പ്രൊജക്ടറൊക്കെ കുഞ്ഞു വെച്ചൊക്കെ വെക്കാറ്. ഇത് ടി വിക്കകത്ത് തന്നെ 3 ട്യൂബ് വെച്ച് ഒരു പ്രൊജക്ടർ ഉണ്ടാക്കിയിരിക്കുകയാണ്. RGB കണ്ണ് വെച്ചതിൻ്റെ സ്വിച്ചസ് ഒക്കെ ഇതാണ്. സ്പീക്കർ ഇത് കണ്ടോ, വലിയ 2 സ്പീക്കറും എല്ലാ സംഭവമുള്ള ടി വിയാണ്. 43 ഇഞ്ച് സോണി പ്രൊജക്ഷൻ ടി വി. ഇത് അന്നത്തെ റേഷ്യോ ആണ്, 4:3 റേഷ്യോ ആണ്. ഇന്നിപ്പോൾ 16:9. നല്ല വർക്കിംഗ് ടി വി ആണ്. 3 ടി വി വർക്ക് ചെയ്യുന്ന കറണ്ട് എടുക്കും. 3 ട്യൂബാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ആയിരുന്നു, നല്ല ക്ലാരിറ്റി ആയിരുന്നു. അന്നത്തെ കാലത്ത് നല്ല രസമായിരുന്നു. ഒരു വീട്ടിൽ വലിയ, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടാണ്, വലിയ മുതലാളിമാരുടെ വീട്ടിലൊക്കെ വെച്ചിരുന്ന ടി വിയാണ്. 4.5 ലക്ഷം രൂപ അടുത്ത് വിലയായിരുന്നു ഇതിന്. 5 ലക്ഷം രൂപ വിലയുള്ള. ഇപ്പോഴും ഞാൻ ഒന്നും കളയാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് പുത്തും പോലെ ഇരിക്കുന്നു. അന്നത്തെ 5 ലക്ഷം, അന്നത്തെ 5 ഒരു 10-20 വർഷം മുമ്പ്, 15 വർഷം മുമ്പ്. അതായത് പിക്ചർ ട്യൂബ് ടി വി കഴിഞ്ഞ് LCD ടി വി ഈ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്
ഉള്ള ഒരു സൂത്രമാണിത് പ്രൊജക്ഷൻ ടി വി. പ്രൊജക്ടർ അന്ന് ഉണ്ടായിരുന്നു, ആ പ്രൊജക്ടറിനെ ഒരു ടി വിക്കകത്താക്കി സോണി മാറ്റിയതാണ്. ഭയങ്കര വിജയമായിരുന്നു, ഭയങ്കര സെയിലുമൊക്കെ ഉണ്ടായി. ഭയങ്കര വിലയായിരുന്നത് കൊണ്ടുള്ള പ്രശ്നമുള്ളൂ. നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല പിക്ചറും. അന്ന് ഇതൊരു അത്ഭുതമായിരുന്നു ഈ ടി വി. അപ്പോൾ ഈ ടി വി നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റി. ടി വിയുടെ അകം ഞാൻ തുറന്ന് തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കും. 3 ട്യൂബ് ഇരിക്കുന്നത് കാണിക്കും. 20 അല്ല എങ്കിലേ ഉള്ളൂ, അതിന് മേളിൽ കാണും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് ഞാൻ തന്നെ വിറ്റ ടി വിയാണ്. എൻ്റെ കസ്റ്റമറോട് ഞാൻ തന്നെ വിറ്റ ടി വിയാണ്. ഈ വിറ്റ ടി വി പുള്ളിക്ക് പുതിയ LED വന്നപ്പോൾ മാറി കൊടുത്തപ്പോൾ ആ പുള്ളിയുടെ ഞാൻ തിരിച്ചെടുത്ത് മേടിച്ചതാണ്. ഇത് വർക്കിംഗ് ആയിരുന്നു കൊണ്ട് ഞാനിവിടെ വെക്കുമ്പോൾ. ഇപ്പം അവസ്ഥ കറണ്ട് പോയി, അല്ല ഒന്ന് കുത്തി നോക്കാമായിരുന്നു. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുമല്ലോ എന്ന്. ഞാൻ വെക്കുന്ന സമയത്ത് വർക്കിംഗ് ആയിരുന്നു, ഇട സമയത്തൊക്കെ വന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്, അപ്പോഴും ഇത് വർക്കിംഗ് ആയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അറിയത്തില്ല. ഇപ്പോൾ ഞാനിത് വന്ന് നോക്കിയിട്ട് 1 വർഷമെങ്കിലും ആയിട്ടുണ്ട് വന്ന് നോക്കിയിട്ട്. കാരണം ഒന്നാമത് തിരക്കിനിടയിൽ പലയിടത്ത് ഗോഡൗൺ കിടക്കുന്നത് ഇതൊന്നും നോക്കാൻ പറ്റില്ല. ഇങ്ങനെ ഈ സാധനങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ട് പ്രേമം കൊണ്ട് കളയാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നാളത്തെ തലമുറയ്ക്ക് ഈ സാധനമൊക്കെ ഒന്ന് കാണണ്ടേ, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കണ്ടേ. അല്ല ഫോട്ടോ ഒക്കെ വെച്ച് യൂട്യൂബിലൊക്കെ നോക്കി കാണാമായിരിക്കും, എന്നാലും ഇത് ലൈവായിട്ട് എൻ്റെ കയ്യിലെടുത്തുണ്ട്. അപ്പോൾ നിർത്താം. സ്വിച്ച് ചെയ്ത് പക്ഷേ ഇത് ഓണാക്കി കാണിക്കാൻ കറണ്ട് ഇല്ലെന്നായിപ്പോയില്ല, കഷ്ടമായിപ്പോയില്ല. വേറെ ദിവസം ഓണാക്കി കാണിക്കാം. സ്വിച്ച് ഇതാ ഓൺ ഓഫ് സ്വിച്ച്. ഇത് വോളിയം, ചാനൽ, ഇത് ഓരോ ലൈറ്റുകൾ, ഇതെല്ലാം സൂപ്പർ ടി വി. എപ്പോഴും അതിൻ്റെ ഇവിടെയാണ് വലിയ സ്പീക്കർ. സൗണ്ട് എന്ന് പറഞ്ഞാൽ അസാധ്യ സൗണ്ടായിരുന്നു, അസാധ്യ സൗണ്ട്. ഒന്ന് കേൾക്കേണ്ട സൗണ്ടായിരുന്നു. നല്ല ടി വി ആയിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോന്നും മാറിക്കൊണ്ടിരിക്കും. ആൾക്കാരുടെ പൈസയും പൊയ്ക്കൊണ്ടിരിക്കും, പുതിയ പുതിയ സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കും. അന്ന് ഇതൊക്കെയല്ലേ ഉള്ളൂ എൻ്റർടൈൻമെൻറ്റ്. ഇന്ന് ഈ മൊബൈലിൽ എല്ലാ സാധനവും ആയതോടുകൂടി ഇതായിരിക്കുന്നു ഉണ്ടെന്ന് പോകും. പറഞ്ഞാലും കാണിച്ചാലും തീരാത്തത്ര സാധനം ഇതിനകത്തിരിപ്പുണ്ട്. ഒരു ദിവസം കൂടെ നിങ്ങൾ എനിക്ക് സമയം തരണം. ഞാൻ വേറൊരാളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് ഓരോന്നായിട്ട് പുറത്തെടുത്ത് ഓരോ VCR, ഓരോ ഹോം തിയേറ്റർ, ഓരോ DVR, ഓരോ സിസ്റ്റം എല്ലാം ഇതുകൊണ്ട് ഇവിടെ അടുക്കി വെച്ചിരിക്കുക. ഇതെല്ലാം ഞാനെടുത്ത് ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓരോ സെറ്റും എടുത്തുകൊണ്ടൊന്ന് ഞാൻ ഫുള്ളിട്ട് തരാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ലൈക്ക് ചെയ്തേരെ. എല്ലാ പഴയ സെറ്റുകളും കാണാൻ ഒരു അവസരമാകും. ഇതെല്ലാം കളയാതെ ഒരു മ്യൂസിയം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ വേറെ 2-3 ഇടത്തും ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നാമത്തിൽ, ടെക് ട്രാവൽ ബൈ സോണി ജിൻസി എന്ന നാമത്തിൽ, ഞങ്ങൾ 2 പേരുടെ നാമത്തിലും നിങ്ങൾക്ക് വളരെയധികം നന്ദി പറഞ്ഞോളൂ. താങ്ക്സ്. ഇതൊരു DVR ആണ്, ഇടിവെട്ടിപ്പോയത് മാറ്റിയതാണ്. പിന്നെ ഏറ്റവും അധികം അടിപൊളിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം വയോ എന്ന് പറയും. വയോ സോണിയുടെ ലാപ്ടോപ്പാണ്. ഇഷ്ടംപോലെ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഉപയോഗിച്ചു, ആൾക്കാർ ഉപേക്ഷിച്ചിട്ട് പോയത്. ഇത് സോണിക്ക് നിർത്തേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. നല്ല സെയിലുണ്ടായിരുന്ന സമയത്ത് സോണി നിർത്തിക്കളഞ്ഞു. ഒരു 3-4 വയോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത് HP ആണ്. ഇത് HPയുടെ ലാപ്ടോപ്പ്. ഇതും ഇരിപ്പുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ക്യാനണിൻ്റെ ലേസർ പ്രിൻ്ററാണ്. ഭയങ്കര കനമാണ്. ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഹാപ്പി വിഷു എല്ലാവർക്കും. വിഷുവിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഇതാണ് പ്രൊജക്ഷൻ TV. ഇത് തുറന്ന ഒരു ദിവസം നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. ഞങ്ങൾ 2 പേരുടെയും വിശ്വാസം.